IS റിക്രൂട്ട്മെന്റ് കേസിലെ പ്രതികളായ ഭീകരവാദികൾക്ക് 8 വർഷം കഠിന തടവ്. കോയമ്പത്തൂർ സ്വദേശികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദയത്തുള്ള എന്നിവരെ ഗൂഢാലോചനയടക്കം 3 വകുപ്പുകളിലും 8 വർഷം വീതമാണ് ശിക്ഷ നൽകിയിരിക്കുന്നത്. കൊച്ചി NIA കോടതിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, നേരത്തെ തന്നെ ഈ 2 ഭീകരവാദികളും ഈ കേസിൽ കുറ്റക്കാരെന്ന് NIA കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണോ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്? അതെ ഗൗതം, കേരള അതോടൊപ്പം തന്നെ തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് യുവാക്കളെ IS-ലേക്ക് കടത്തുവാൻ ശ്രമിച്ചു എന്നുള്ള റിക്രൂട്ട്മെന്റ് കേസിലാണ് ഇപ്പോൾ കൊച്ചി NIA കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. 2 പ്രതികൾ, അതായത് കോയമ്പത്തൂർ സ്വദേശികളായിട്ടുള്ള മുഹമ്മദ് അസറുദ്ദീൻ അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. ഇരുവർക്കും 8 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 3 വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. അതായത് UAPA നിയമപ്രകാരം 38 വകുപ്പ് 38, 39, അതായത് ഈ ഭീകരവാദ സംഘടനയിൽ അംഗമാകൽ, അതോടൊപ്പം തന്നെ ഭീകരവാദ സംഘടനാപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് UAPA പ്രകാരം ചുമത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 120B ഗൂഢാലോചന കുറ്റവും ചുമത്തിയിരുന്നു. ഈ 3 വകുപ്പുകൾക്കും കൂടിയാണ് 8 വർഷം കഠിന തടവ് ശിക്ഷ വന്നിരിക്കുന്നത്. ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. അതോടൊപ്പം തന്നെ ഈ ജയിൽ ശിക്ഷയിൽ നിന്നും ഈ ഒരു തടവ് ശിക്ഷ ഇളവുണ്ടാകും. അതായത് ഇതുവരെ അനുഭവിച്ചിട്ടുള്ള ജയിൽ ശിക്ഷയിൽ നിന്നും അത് കുറയ്ക്കാം നിലവിലെ തടവ് ശിക്ഷ. എന്തായാലും നിലവിൽ ഈ പറയുന്ന 2 പ്രതികൾക്കും കൊച്ചി NIA കോടതി 8 വർഷം കഠിന തടവാണ് ശിക്ഷ നൽകിയിട്ടുള്ളത്. നേരത്തെ വലിയ രീതിയിൽ പ്രമാദമായിട്ടുള്ള ഒരു കേസ് തന്നെയായിരുന്നു. 40ഓളം സാക്ഷികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത്. കൃത്യമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകളടക്കം NIA അന്വേഷണ സംഘത്തിന് ശേഖരിക്കുവാൻ സാധിച്ചിരുന്നു. അസറുദ്ദീൻ നേരത്തെ തന്നെ ഈ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരളത്തിലെത്തിയിരുന്നു. ചികിത്സയ്ക്ക് വന്നു എന്നുള്ളതിന്റെ മറവിലായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് അടക്കം നടത്തിയിരുന്നത്. അതുമാത്രമല്ല, രഹസ്യമായിട്ടുള്ള ചില യോഗങ്ങൾ ചേരുകയും യോഗങ്ങൾ സംഘടിപ്പിക്കുകയും സമൂഹ മാധ്യമങ്ങൾ വഴി ഈ ഭീകരവാദപരമായിട്ടുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഡിജിറ്റൽ രേഖകളായിരുന്നു ആദ്യഘട്ടത്തിൽ NIA അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത്. അതുമാത്രമല്ല, ഈ IS-ലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റ് രീതിയിലുള്ള പ്രവർത്തനങ്ങളും അസറുദ്ദീന്റെയും അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഹിദായത്തുള്ളയുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു. ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിൽ പ്രതിയാണ് ഈ അസറുദ്ദീൻ. നേരത്തെ ഈ IS പോലെയുള്ള ഒരു ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയ്ക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വേരുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷേ IS പോലെ ഒരു ഭീകര സംഘടനയ്ക്ക് ഇത്രത്തോളം വേരുകൾ ഭാരതത്തിലെ മറ്റൊരു സംസ്ഥാനത്തും രൂപപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾ, SDPI പോലെയുള്ള സംഘടനകൾ, അതുതന്നെയാണല്ലോ IS എന്ന് പറയുന്നത്. അപ്പോൾ ഈ IS റിക്രൂട്ട്മെന്റിനും IS പോലെയുള്ള ഭീകര സംഘടനകൾക്കും ഒപ്പം പോകുന്ന ഈ ചെറുപ്പക്കാർക്ക് കൃത്യമായ താക്കീത് കൂടി നൽകുന്ന ഒരു വിധി പ്രസ്താവമാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് യുവാക്കളെ ആകർഷിക്കുക, അതോടൊപ്പം തന്നെ സിറിയയിലേക്ക് യുവാക്കളെ കടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം തന്നെയായിരുന്നു അസറുദ്ദീനും അതോടൊപ്പം തന്നെ ഹിദായത്തുള്ളയ്ക്കും ഉണ്ടായിരുന്നു. അതിനനുസൃതമായിട്ട് അവർ സോഷ്യൽ മീഡിയ വഴി കൃത്യമായിട്ട് രഹസ്യമായിട്ടുള്ള ഗ്രൂപ്പ് ചാറ്റുകൾ ക്രിയേറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ അതിൻ്റെ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള പ്രചാരണങ്ങൾ നടത്തി. 2013 മുതൽ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ഇരുവരും മുന്നോട്ട് പോയിരുന്നു. 2016-17 കാലഘട്ടത്തിലാണ് സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള രഹസ്യമായിട്ടുള്ള പ്രചാരണങ്ങൾ ആരംഭിച്ചത്. ഘട്ടത്തിൽ ഈ മറ്റ് IS റിക്രൂട്ട്മെന്റ് കേസുകൾ അന്വേഷിച്ച ഒരു സമയത്താണ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിന് ഈ ഹിദായത്തുള്ളയുടെയും അസറുദ്ദീന്റെ വിവരങ്ങൾ ലഭിച്ചത്. ഇരുവരും ഈ കേരളവും തമിഴ്നാടും കേന്ദ്രീകരിച്ചാണ് IS റിക്രൂട്ട്മെന്റ് നടത്തുന്നതെന്നുള്ള വിവരവും ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുക 2019 NIA കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഏറ്റെടുക്കുകയുമായിരുന്നു. 2019 കാലഘട്ടത്തിൽ തന്നെ അസറുദ്ദീനെയും ഹിദായത്തുള്ളയും അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഈ കോയമ്പത്തൂർ സ്ഫോടന കേസിലും പ്രതിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അസറുദ്ദീൻ. അതുമാത്രമല്ല, അന്നത്തെ ചാവേറായിരുന്ന വ്യക്തി ഈ പറയുന്ന ഈ അസറുദ്ദീനെ കാണാനായിട്ട് ജയിലിൽ വരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ശൃംഖല ഇതിന് പിന്നിലുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നും NIA കണ്ടെത്തിയിരുന്നു. എന്തായാലും 8 വർഷം കഠിന തടവാണ് ഇരു പ്രതികൾക്കും കൊച്ചി NIA കോടതി വിധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നിലവിൽ അനുഭവിച്ചിട്ടുള്ള ജയിൽ ശിക്ഷ ഇതിൽ നിന്ന് കുറയ്ക്കുക തന്നെ ചെയ്യും. അതിലൊരു ഇളവുണ്ടാകും. എന്നിരുന്നാലും ഈ വിഷയത്തെ അല്ലെങ്കിൽ ഈ കേസിനെ
അത്ര കണ്ട് ഗൗരവത്തോടെ NIA കോടതി കാണുകയും അതോടൊപ്പം തന്നെ 8 വർഷം കഠിന തടവ് വിധിക്കുകയുമായിരുന്നു. ഇതിൽ ഏറ്റവും പ്രശംസനീയമായിട്ട് പറയേണ്ടത് NIA അന്വേഷണ സംഘം കണ്ടെടുത്തിട്ടുള്ള തെളിവുകൾ തന്നെയാണ്. ഈ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഭീകരവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനായിട്ടുള്ള നടപടികൾ അത് കൃത്യമായിട്ട് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചു. കുറ്റപത്രത്തിൽ പിഴവുകൾ ഇല്ലാതെ അത് സമർപ്പിക്കാൻ സാധിച്ചു. ഇതൊക്കെ തന്നെയാണ് ഈ 2 പ്രതികൾക്കും 8 വർഷം കഠിന തടവിന് ശിക്ഷ വിധിക്കാനായിട്ടുള്ള ഒരു പ്രേരണയായിട്ട് വന്നത്. എന്തായാലും ഇരു പ്രതികൾക്കും 3 വകുപ്പുകളിലാണ് ഈ UAP നിയമപ്രകാരമുള്ള 2 വകുപ്പുകൾ, അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമായിട്ടുള്ള 120B ഗൂഢാലോചന വകുപ്പ് പ്രകാരമാണ് 8 വർഷം കഠിന തടവ് വിധിച്ചിട്ടുള്ളത്. കോയമ്പത്തൂർ IS റിക്രൂട്ട്മെന്റ് കേസിൽ 2 ജിഹാദി ഭീകരർക്ക് 8 വർഷത്തെ കഠിന തടവ് വിധിച്ചിരിക്കുകയാണ് കൊച്ചിയിലെ NIA കോടതി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് രേഷ്മ ബാബു.